നമസ്കാരം. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ ഏപ്രിൽ മാസത്തിലെ ആണെങ്കിലും മെയ് മാസത്തിലെ ജോലികൾ പോലും ഏറ്റെടുക്കുന്നത് ഈ ഏപ്രിൽ മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നത് വഴി ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്ന് ചേരുവാനും ഉദ്യോഗത്തിലൊരു മറ്റൊരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധ്യത പോലും കാണുന്നതുമുണ്ട്. വ്യക്തിപ്രഭാവത്താൽ പല വിധത്തിലുള്ള ദുഷ്കീർത്തികളെയും അതിജീവിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഇനി നിലവിലുള്ള ജോലിയിൽ ഇനി സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ ഉയർന്ന തസ്തികകളോ ഇനി ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ഒരുപക്ഷെ ഗവൺമെൻറ് തലത്തിൽ തന്നെ നല്ല വിദ്യാലയത്തിൻ്റെ നല്ല കോഴ്സുകളായിട്ട് ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സ്വഭാവവിശേഷത്താൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. മുടങ്ങിക്കിടപ്പുള്ള ജോലികൾ ചെയ്തു തീർക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനും ചെറിയ രീതിയിൽ പാരിതോഷങ്ങൾ ലഭിക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. അർത്ഥശൂന്യമായിട്ടുള്ള ആശയങ്ങൾ ബന്ധുമിത്രാദികളിൽ നിന്നും വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ അവർക്ക് കൃത്യമായുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാനുള്ള അവസരമുണ്ടാകുന്നത് കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും ആത്മാഭിമാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വലിയ വാഹനം വാങ്ങുന്നതിനെ പറ്റിയിട്ട് ചിന്തിക്കുവാനിടയുണ്ട്. വിദഗ്ധരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് കർമ്മമണ്ഡലങ്ങൾക്ക് പുതിയതായുള്ള രൂപകൽപ്പന ചെയ്യുവാനോ പുതിയതായുള്ള ഭരണ സംവിധാനം അവലംബിക്കുവാനോ ഇടയുണ്ട്. എന്നാൽ സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ലഭിക്കുക വളരെ കുറവായിരിക്കും. സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും തീർത്തും അവിചാരിതമായിട്ട് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനും ഒരുപക്ഷെ ചില ഗുരുകാരണവന്മാരുടെ അഭാവത്താൽ നേതൃത്വസ്ഥാനം വഹിക്കുവാനും ഇടയുണ്ട്. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ആത്മവിശ്വാസത്തോടുകൂടി വിജയം കൈവരിക്കാനിടവരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് സ്വല്പം കാലതാമസമുണ്ടാകുമെങ്കിലും അന്തിമ നിമിഷത്തിൽ വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. വൈവിധ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ ഏൽപ്പിക്കാനിടവരും. പ്രത്യേക വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകുന്നത് വഴി സകല വിധത്തിലുള്ള സൗകര്യങ്ങളോടുകൂടി താമസ സൗകര്യത്തോടു കൂടിയതായിട്ടുള്ള ഒരു അവസരങ്ങൾ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. പ്രായോഗിക വശവും ശാസ്ത്രീയ വശവും ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടയുണ്ട്. ക്ഷമ, ആദരവ്, എല്ലാ കാര്യങ്ങളിലും നന്മകൾ കണ്ടെത്തുക എന്ന സ്വഭാവവിശേഷത്തോടു കൂടിയതായിട്ടുള്ള ചിന്തകൾ മറ്റുള്ളവർക്ക് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഉദ്യോഗം ഉപേക്ഷിച്ചോ ഉദ്യോഗത്തിനോടനുബന്ധിച്ചോ വ്യാപാരം തുടങ്ങിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും സ്വന്തം കൺവെട്ടത്തിലുള്ളതും സ്വന്തം മേൽനോട്ടത്തിലും ആശയവിനിമയങ്ങൾ നടത്തുന്നതുമായുള്ള ബിസിനസ്സുകൾ ചെയ്യാം. അല്ലാത്ത പക്ഷം പലർക്കും ജന്മനാട്ടിൽ തുടങ്ങുവാനുള്ള തീരുമാനം ജന്മനാട്ടിൽ തുടങ്ങിയാൽ അത് വിജയം കൈവരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സുവ്യക്തവും സുദൃഢവുമായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസത്തിന് യോഗം കാണുന്നു. ഗുരുതരാവസ്ഥയുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും
സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുവാനും ഇടയുണ്ട്. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നു. സഹപാഠികളെയും സഹപ്രവർത്തകരെയും കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും യോഗമുണ്ട്. സർവർക്കും സ്വീകാര്യമായിട്ടുള്ള നടപടിക്രമങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടവരും. സമാന ചിന്താഗതിയിലുള്ളവരുമായിട്ട് സംസർഗത്തിലേർപ്പെടുവാനും ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ഓർമ്മശക്തി കുറവിനാൽ ഒരുപക്ഷെ എല്ലാം എഴുതി വെച്ചുകൊണ്ടും മനനം ചെയ്തുകൊണ്ടും ഏറ്റെടുത്ത് അവലംബിക്കുന്ന കാര്യങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാൻ ഇടയുണ്ട്. ഏതൊരു വിപരീതമായുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള യുക്തിപൂർവമുള്ള ചിന്തകളും മുമ്പ് മേലധികാരികളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അവലംബിക്കുന്നതിൻ്റെ അനുഭവജ്ഞാനവും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടയുണ്ട്. വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. അതായത് രേഖാപരമല്ലാത്ത സാമ്പത്തികമായുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനും ഇടവരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ നിന്നും ജന്മനാട്ടിൽ തിരിച്ചു വന്ന പലർക്കും ആദ്യ ഒരു പുനരാലോചന വികസിത രാഷ്ട്രത്തിൽ ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി മുമ്പ് ഉണ്ടായിരുന്ന മേലധികാരികളുടെ പ്രത്യേക പരിഗണനയിലായിരിക്കാം, ക്ഷണം സ്വീകരിച്ചുകൊണ്ടായിരിക്കാം, എന്തായാലും കുടുംബാംഗങ്ങളെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തനിയെ പോകുവാൻ തക്കവണ്ണമുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നതും അവിട്ട നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ഗുണകരമാണ്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ ശുഭാപ്ത വിശ്വാസത്തോടുകൂടി പുതിയ കർമ്മമണ്ഡലങ്ങൾ കഴിഞ്ഞ 7-8 മാസമായിട്ട്, അതായത് കഴിഞ്ഞ മെയ് മാസം മുതൽ തന്നെ അനുവർത്തിക്കുകയും ആയതിൽ നിന്നും സാമ്പത്തികമായുള്ള നേട്ടവും ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ഇനി അതൊരു വിപുലീകരിച്ചാലോ എന്ന പല തോന്നലുകളും ഉണ്ടാകുമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാലും അതിനനുസൃതമായുള്ള നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കാനും പണം മുതൽ മുടക്കുവാനും തീരുമാനിക്കുവാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും വിജയവും അംഗീകാരവും ലഭിക്കുവാൻ ഇടയുണ്ട്. വർഷങ്ങളായിട്ട് അധപ്പതിച്ചു കിടക്കുന്ന പ്രസ്ഥാനത്തിന് പുനരുദ്ധീകരിക്കുവാനുള്ള ആശയവും വേണ്ടപ്പെട്ടവരിൽ നിന്നും സാമ്പത്തികമായ സഹായവും വന്നു ചേരുന്നത് വഴി അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കും. ശാസ്ത്രീയവശവും പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനിടവരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ മാറ്റത്തിന്, ഉദ്യോഗമാറ്റത്തിന് യോഗം കാണുന്നുണ്ട്. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കാനിടവരും. കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയം കൈവരിക്കുവാനും ഒരു സംഘ നേതൃത്വ സ്ഥാനത്തോടുകൂടി പ്രയത്നിക്കാനും എല്ലാത്തിലും ഒരു കൃത്യമായുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനും അവസരമുണ്ടാകും. വസ്തു സംബന്ധമായുള്ള തർക്കങ്ങൾക്ക് വിശദമായുള്ള ചർച്ചയിലൂടെ വ്യക്തമായുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിനൊരു കൃത്യമായിട്ടുള്ള രൂപരേഖ തയ്യാറാക്കുവാനും ഇടയുണ്ട്. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിന്നും പിന്മാറി വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് തുടക്കം കുറിക്കുവാനും അതിന് തക്കവണ്ണം എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിവർത്തനത്തിന് തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിവരസാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കണ്ടെത്തലുകൾക്ക് സാക്ഷിയാകുവാനും അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള നല്ലൊരു പദവിയോട് കൂടിയതായിട്ടുള്ള ഉദ്യോഗത്തിനും സാധ്യതയുണ്ട്. സ്ഥാപനത്തിൽ നിന്നും വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് പോകണം എന്ന ഒരു നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും അത് വളരെ സമയബന്ധിതമായിട്ട് നേരത്തെ തന്നെ 2 മാസത്തിനുള്ളിൽ തന്നെ പോകണം എന്ന ധാരണയോടുകൂടി അതിനെല്ലാം സജ്ജീകരിക്കുവാനും അതിന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുവാനും ഇടയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി എല്ലാ കാര്യങ്ങളിലും ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും.
ബന്ധുവിന് അവിചാരിതമായിട്ട് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനിടയുണ്ട്. എന്നാൽ രേഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായുള്ള രേഖകൾ ഒപ്പുവയ്ക്കേണ്ടതുമാണ്. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുവാനും ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം തന്നെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുവാനും സാധ്യതയുണ്ട്. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കുവാനിടയുണ്ട്. അനൗദ്യോഗികമായിട്ടും സാമ്പത്തികമായുള്ള വരുമാന മാർഗം ഉണ്ടാകുന്നത് വഴി ദാനധർമ്മങ്ങൾക്ക് വേണ്ടി ചെലവാക്കുവാൻ തീരുമാനിക്കും. നീതിന്യായങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് അശ്രാന്ത പരിശ്രമം വേണ്ടി വരുവാനിടയുണ്ട്. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം എല്ലാം ശ്രവിച്ചുകൊണ്ടും എല്ലാം കേട്ടുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും കൃത്യമായുള്ളൊരു നിർദ്ദേശങ്ങൾ നൽകുന്നത് വഴി എല്ലാവർക്കും തൃപ്തികരമായിട്ടുള്ള സമീപനം വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയും പുതിയതായിട്ടുള്ള ഭരണ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുവാനിടവരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനിടയുണ്ട്. ജീവിത പങ്കാളിയുടെ കൃത്യമായുള്ള ഇടപെടലുകളെ കൊണ്ട് പല വിധത്തിലുള്ള നഷ്ടകഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിടവരും. വാഹനാപകടത്തിന് ദൃക്സാക്ഷിയാകുവാനും മാനസികമായിട്ടുള്ള സ്വസ്ഥതക്കേടിനും യോഗം കാണുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് കൃത്യമായുള്ള രീതിയിൽ രൂപരേഖ തയ്യാറാക്കുവാനും അതിന് പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ച് ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. പല വിധത്തിലും അർത്ഥശൂന്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എന്ന് പലതും തോന്നുമെങ്കിൽ പോലും പല കാര്യങ്ങളിലും അതിന് ഭാവിയിലേക്ക് ഗുണകരമാകും എന്ന ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും ഏറ്റെടുക്കുവാനും പ്രവർത്തിക്കാനും തീരുമാനിക്കുവാനും ഇടയുണ്ട്. പുതിയ ഭരണ സംവിധാനവും പ്രചരണ രീതികളും അവലംബിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വല്പം അധിക ചെലവ് അനുഭവപ്പെടുമെങ്കിൽ പോലും ഭാവിയിലേക്ക് നിലനിൽപ്പ് എന്ന സങ്കല്പത്തോടുകൂടി അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. തീരുമാനങ്ങളിൽ ഔചിത്യമുണ്ടാകുവാനിടയുണ്ട്. മേലധികാരികളുടെ ആജ്ഞകൾ അർദ്ധമനസ്സോടുകൂടിയാണെങ്കിലും സ്വീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി ചിലരിൽ നിന്നും ചില അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാനിടവരുമെങ്കിൽ പോലും മനസ്സിന് കൃതാർത്ഥതയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അതെല്ലാം തന്നെ നിസ്സാരമാക്കി തീർക്കുവാനും സാധ്യതയുണ്ട്. പൊതുപ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കോ സർവാത്മന സഹകരിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനുമുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും ഈ ചതയ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.